എല്ലാവർക്കും ഷാഹിദിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ എത്തിയിരിക്കുന്നത് യൂസ്ഡ് കാറിൻ്റെ ഷോറൂമിലെ വീഡിയോസിനെ പറ്റി പറയാനാണ്. ഓസ്കാർ യൂസ്ഡ് കാർസ് പറവൂർക്കാലൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു 15 വർഷത്തോളമായിട്ട് ഈ സേവന മേഖലയിൽ പാരമ്പര്യമുള്ള സ്ഥാപനമാണ്. അപ്പോൾ നമ്മളിവിടെ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മേജർ ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടികളൊന്നും തന്നെ കൊടുക്കുന്നില്ല. നമ്മുടെ അടുത്ത് എത്ര വണ്ടികളുണ്ട് എന്നുള്ളത് ലിസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എത്ര വണ്ടികൾ, ഏതെല്ലാം മോഡൽ, ഏത് ഇയർ, അതേപോലെ എത്ര എമൗണ്ട്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേസായിട്ട് പറയുക. അതിന് കൂടുതൽ ഇൻറ്റീരിയർ ഭാഗങ്ങളിലേക്ക് ഞാൻ കിടക്കില്ല. കാരണം അത് ആവശ്യമുള്ളവർ പേഴ്സണലി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്കായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇസ്മി ഷാഹിദ്. എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. വണ്ടികളുടെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ സിങ്കായി വരാം. ഓക്കെ, ഹലോ ഗായ്സ്, എല്ലാവർക്കും ഓസ്കാറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്കാർ യൂസ്ഡ് കാറിൻ്റെ ഇത് റെനോൾട്ട് ക്യാപ്ചറാണ്. 2018 മോഡൽ, 71,000 കിലോമീറ്റർ ഓടിയേക്കണ. 690 ആസ്കിംഗ് പ്രൈസ്. ഇത് വരുന്നത് എറ്റിയോസ് ആണ്. എറ്റിയോസിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 485. അതേപോലെ പിന്നെ വരുന്നതാണ് ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് ടൈറ്റാനിയം 2020 മോഡൽ. അതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7.25. പിന്നെ ഒരു ഓഡി A4 വന്നിട്ടുണ്ട്. ഓഡി A4ൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നത് 825. 2011 മോഡലാണ്. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് പ്രകാരമുള്ള രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നോവ ക്രിസ്റ്റ 2016 മോഡൽ, 1,70,000 കിലോമീറ്റർ ഓടിയേക്കാണ്. ആസ്കിംഗ് പ്രൈസ് വന്ന് 1490. സെലേറിയോ ഉണ്ട്. സെലേറിയോ 2019 മോഡലാണ്. 48,000 കിലോമീറ്റർ ഓടിയേക്കാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് വന്ന് 455. അതേപോലെ ഹോണ്ട അമേസ് ഉണ്ട്. 2023 രജിസ്ട്രേഷൻ, 46,000 കിലോമീറ്റർ ഓടിയേക്കാണ്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 8.5 ലക്ഷമാണ്. അതേപോലെ ടൊയോട്ടയുടെ ഗ്ലാൻസ് ഉണ്ട്. ഗ്ലാൻസ് വരുന്നത് 2023 മെയ്ക്ക്, 2024 ഫെബ്രുവരി രജിസ്ട്രേഷനാണ്. 23,000 കിലോമീറ്റർ ഓടിയേക്കാണ്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 990. അതേപോലെ മാരുതിയുടെ സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ വിത്ത് CNG ആണ്. 2018 മോഡൽ, 42,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6.5 ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ വാഗണറാണ്. ZXi ആണ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 690. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 9,000 കിലോമീറ്റർ. പിന്നെ നമുക്ക് വരുന്ന വണ്ടികളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണിക്കുന്നത് പോലെ തന്നെ സ്വിഫ്റ്റ് ഉണ്ട്. LXi ആണ്. 2018 മോഡൽ, ന്യൂ ഷേപ്പ്, 64,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി. പ്രൈസ് വരുന്നത് 485. അതേപോലെ അമേസ് ഉണ്ട്. അമേസ് വരുന്നത് 2014 മോഡലാണ്. 79,000 കിലോമീറ്റർ ഓടിക്കുന്ന പെട്രോൾ വണ്ടി, മാനുവൽ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 340. പിന്നെ നിസാൻ്റെ സണ്ണി ഉണ്ട്. നിസാൻ സണ്ണി വരുന്നത് നമുക്ക് 2017 മോഡലാണ്. നിയർലി ഓടിയിരിക്കുന്നത് അറൗണ്ട് 66,000 കിലോമീറ്ററാണ്. 66,000 കിലോമീറ്റർ ഓടിയേക്കുന്ന നിസാൻ സണ്ണി നമുക്ക് പ്രൈസിങ് വരുന്നത് 490. അതേപോലെ ഇന്നോവ വരുന്നുണ്ട്. 2013 സിംഗിൾ ഓണർ വണ്ടി, 7 സീറ്റർ, 1,24,000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണറാണ്. 2.5 VE ആണ്. അതിൻ്റെ പ്രൈസിങ് വരുന്നത് ആസ്കിംഗ് പ്രൈസ് 10 രൂപ, 10.15 ആ റേഞ്ചിലാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു ക്രെറ്റ ഉണ്ട് നമുക്ക്, ഹ്യുണ്ടായി ക്രെറ്റ. ആ ക്രെറ്റ വരുന്നത് 2017 മോഡൽ, തേർഡ് ഓണർഷിപ്പാണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ വണ്ടിക്ക് പ്രൈസിങ് വരുന്നത് ആസ്കിംഗ് പ്രൈസ് 10.5 പിന്നെ XUV 500 2013 മോഡലാണ്. 66,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 660. പിന്നെ നമുക്കൊരു ഫോർഡ് ഫിഗോ വരുന്നുണ്ട്. ഫിഗോ വരുന്നത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 2010 മോഡൽ, 1.5 ലക്ഷമാണ് പ്രൈസിങ് ചോദിക്കുന്നത്. പിന്നെ നമുക്കൊരു ഹോണ്ട CR-V ഉണ്ട്. 2010 മോഡൽ. അത് ആസ്കിംഗ് പ്രൈസ് വന്നേക്കുന്നത് 485. ഓട്ടോമാറ്റിക് ആണ്. അതേപോലെ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡൻസോ ക്ലെയിംസോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല. പിന്നെ നമുക്കൊരു പോളോ ഉണ്ട്. പോളോ അത്യാവശ്യം എന്താ പറയുക, നല്ല ക്രൈറ്റീരിയയിൽ തന്നെ വന്നേക്കുന്ന വണ്ടിയാണ്. ചെറിയൊരു ഹിസ്റ്ററിയും കൂടെ ഒക്കെ ഉള്ള വണ്ടികളാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും പോളോ ഒക്കെ കാണാൻ വരുന്നവർ പരമാവധി വർക്ക്ഷോപ്പ് മെക്കാനിക്കായിട്ട് വരിക. അല്ലെങ്കിൽ വണ്ടി അത്ര അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് വേണം വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം എടുക്കാൻ. വെൻഡോ ഉണ്ട്. വെൻഡോയുടെ പ്രൈസിങ് പറഞ്ഞത് 755. 750 പ്രൈസിങ് പറഞ്ഞത്. 2018 മോഡൽ, 2018 മോഡൽ, 49,000 കിലോമീറ്റർ ഓടിയേക്കണത്. ഇതിൻ്റെ പ്രൈസിങ് പറഞ്ഞത് 750. പിന്നെ നമുക്കൊരു എസ്റ്റീം ഉണ്ട്. എല്ലാവരും വാൽവട്രോണിക്സ് ഒക്കെ കയറ്റി ആഡ് ചെയ്തിട്ടുള്ള നല്ല ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു ഫാൻറ്റസി വണ്ടി. ആ വണ്ടി പ്രൈസിങ് വന്നിരിക്കുന്ന 135. അപ്പോൾ ആ വണ്ടി വേണ്ടവരും താല്പര്യപ്പെടുക. ഞാൻ കോൺടാക്റ്റിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കൺക്ലൂഡ് ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഞാൻ കവർ ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.